ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യ ശക്തമായ രീതിയിൽ ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തെ അപലപിച്ചില്ല എന്നുള്ളതാണ് ബൈജു തിട്ടാല വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ സ്വരം. യുദ്ധഭൂമി ഒരു പുതിയ പടൻ. അത് രാജ്യത്തിന്റെ താല്പര്യമാണ് ഇന്ത്യ അതിനെ അപലപിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപലപിക്കാതിരിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. പരമാധികാരത്തിനെ ലംഘിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇൻസിഡന്റ് എല്ലാം കൂടി ഫെബ്രുവരി 28 ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനം. അതിന് മുമ്പിലേക്ക് കുറെ ചരിത്രമുണ്ട്. അത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ചരിത്രമുണ്ട്. ഹമാസിന്റെയും ഹൂത്തികളുടെയും ഹിസ്ബുള്ള ആൾക്കാരുടെയും എല്ലാം എല്ലാ തരത്തിലുള്ള അവരുടെ ട്രെയിനിങ് ഉൾപ്പെടെ അവരുടെ ആയുധം ഉൾപ്പെടെ അവർക്ക് പണം ഉൾപ്പെടെ ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്ന ചരിത്രമുണ്ട്. ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ അവരെ ഇറാനിൽ കൊണ്ടുവന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ചരിത്രമുണ്ട്. അപ്പൊ ഇതൊന്നും 2026 ഫെബ്രുവരി 28 തുടങ്ങിയിരിക്കുന്നതല്ല. ഈ പ്രോക്സി വാർ നടത്തുന്നതിലൂടെ ഇറാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രോക്സി വാർ നടത്തുന്നത് വഴി ഇസ്രായേലിന്റെ പരമാധികാരത്തിനെയാണ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. തന്നെയുമല്ല, ഇറാൻ മറ്റുള്ള പല രാജ്യങ്ങളുടെയും പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ US-ന്റെ ബേസ് ഉള്ളത് കൊണ്ടാണ് ചില രാജ്യങ്ങളെ ആക്രമിച്ചത് എന്നൊരു ന്യായം പറഞ്ഞാൽ പോലും ഒമാനെ എന്തിനാ ആക്രമിച്ചത്? ഒമാൻ ഇതുവരെ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇറാന് വേണ്ടി സംസാരിക്കുന്ന ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഒമാൻ. അവിടെ അമേരിക്കയുടെ ഒരു ബേസും ഇല്ല. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് അവർ ഒമാനെ കൂടി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല, തീരെയില്ല. പിന്നെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഇന്ത്യ ഇടപെടേണ്ടുന്ന റഫറി ഒന്നുമല്ല ഇന്ത്യ. അങ്ങനെയുള്ള ഒരു മോറൽ കോമ്പസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയിലോ ഒന്നും ഒരിക്കലും ഇല്ലതാണ്. കാരണം ഓരോ രാജ്യവും അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് ഇന്ത്യ ചെയ്തിരുന്നത് എന്താണ്? പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുകയാണ്. അല്ലാതെ ആര് പറഞ്ഞു? UN ഏതെങ്കിലും റെസൊല്യൂഷൻ പാസ്സാക്കിയതിനു ശേഷമാണോ? ഈ കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ടുള്ള കൗൺസിലുകളുണ്ട്, അവിടെ പോയി അപ്രൂവൽ മേടിച്ചിട്ടാണോ ഇന്ത്യ അറ്റാക്ക് ചെയ്തത്? അല്ല. പാകിസ്ഥാന്റെ മണ്ണിൽ പോയി അവിടുത്തെ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുകയാണ്. അത് ശരിയാ. ഏത് ശരി? അതേസമയം പഹൽഗാമിലേക്ക് വന്ന് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നതിനപ്പുറത്തേക്ക് പാക് മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അതായത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റേതെന്ന് ഡയറക്ട്ലി പറയാൻ പറ്റുന്ന ഒരു ആൾക്കാരല്ലല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ടെററിസ്റ്റുകൾക്കുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ട് അവിടെ ഉണ്ട്. അതിന് ആ രാജ്യം ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവരുടെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ല എന്നാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഏത് രീതിയിലായിരുന്നു? അന്നുണ്ടായിരുന്ന പാകിസ്ഥാന്റെ വെസ്റ്റ് പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ടല്ല ഇന്ത്യ പോയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയും ചെയ്യേണ്ടുന്ന സമയത്തൊക്കെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മോറൽ കോമ്പസും കൊണ്ടൊന്നും ഇരിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയൊന്നും അല്ല ഇന്ത്യൻ ഗവൺമെന്റ്. നിങ്ങൾ ആർക്കിട്ടാണ് ഈ അസ്ത്രം പ്രയോഗിക്കുന്നതെന്ന് എനിക്കറിയാം. അതില് ഇപ്പം ശ്രീജിത്ത് പറയുന്നത് എല്ലാ സാഹചര്യം ഇപ്പം ഈ ഇറാനുമായുള്ള പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളെ പറ്റി പറയുന്നത് അത് ശ്രീജിത്തെ അത് നമ്മൾ സെൽഫ് ഡിഫൻസിന് ചെയ്യുന്നതാണ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്നു. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രതിരോധിക്കുന്നതിനാണ്. ഒരു രാജ്യത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്നതിന് അറ്റാക്ക് എന്ന് പറഞ്ഞത് അത് ഒഫൻസ് ആണ്. അല്ല ശ്രീജിത്തെ, എന്റെ അടുത്ത് ആർഗ്യുമെന്റ് ഞാൻ താമസിക്കൂല. ഓപ്പറേഷൻ സിന്ദൂർ ഡിഫൻസ് അല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒഫൻസ് ആണ്. ഇന്ത്യൻ മിലിറ്ററി സർക്കിളുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസീവ് അറ്റാക്ക് ആണ്, ഡിഫൻസ് അല്ല. നമ്മളെ അങ്ങനെ ശ്രീജിത്തെ പ്ലീസ് ഡോണ്ട് മിസ്കൺസീവ്. അതായത് അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വെറുതെ തർക്കിക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്, ഒഫൻസ് ആണ്. സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. അല്ലല്ല, ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ക്ലാസ് എടുക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു എന്നുള്ളതിന്റെ ക്ലാസ് എടുക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസീവ് മൂവ് ആണ്, ഡിഫൻസ് അല്ല. നിന്നെ എങ്ങനെ ഞാനത് പറഞ്ഞു വിശ്വസിപ്പിക്കും? അല്ലല്ല, അതായത് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഭീകരവാദികളുടെ ലോഞ്ചിങ് പാടുകൾ തകർക്കുകയായിരുന്നു. അറ്റാക്ക് തന്നെയാണ്. അയാൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ? അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈജു തിട്ടാല ഇസ്രായേൽ പറയുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണം കൊണ്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണിത്. എന്താ വ്യത്യാസം? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. അങ്ങനെ അത് ഈ 12 days വാറിൽ അത് കംപ്ലീറ്റ് തീർത്തു എന്നാ പറഞ്ഞത്. അതായത് 12 days വാറിൽ അവരുടെ ഈ ന്യൂക്ലിയർ ബോംബിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള യുറേനിയം ഒബ്ലിറ്റേറ്റ് ചെയ്തു എന്നാണ്
അതെ. ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് അതെ. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതെ, നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് IAEA പരിശോധനയ്ക്ക് അലോ ചെയ്തോ? അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നെഗോഷിയേഷൻ നടക്കുകയാണ് ശ്രീജിത്തെ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അല്ലല്ല, തെറ്റ്. കഴിഞ്ഞ 8 മാസമായിട്ട് നെഗോസിയേഷൻ നടക്കുകയല്ല. കഴിഞ്ഞ 8 താങ്കൾ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞ 8 മാസമായിട്ട് അവിടെ നടക്കുന്നത് കേക്കു തെറ്റ് പറയരുത്, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കഴിഞ്ഞ 8 മാസമായിട്ട് അവിടെ നടക്കുന്നത്, അവിടെ നടന്നിരിക്കുന്നതിന്റെ ഒരൊറ്റ കാര്യം ഞാൻ സംശയം ചോദിച്ചോട്ടെ, 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? പറയട്ടെ. ഇന്ത്യ ഈ സമയത്ത് ഇന്ത്യ ഗവേണൻസ് കൗൺസിലിൽ ഉള്ളപ്പോ ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഗവേണൻസ് കൗൺസിലിൽ അംഗമായിട്ടുള്ള ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശ്രീ ബൈജു? അല്ല, ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താ? എനിക്കറിയില്ല. അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. പറയൂ. ലീക്ക് ഉണ്ടെങ്കിൽ അത് നോക്കണം. അതിന് പരിശോധകരെ അനുവദിക്കണം. ഇന്ത്യ വോട്ട് ചെയ്താണല്ലോ. ശരി ബൈജു, ഇന്ത്യ വോട്ട് ചെയ്താണല്ലോ. അതെന്താ അറിയത്തില്ല. ഇന്ത്യയുടെ പൊസിഷൻ നോക്കിയാൽ പോരെ. ഇന്ത്യ എവിടെയാ വോട്ട് ചെയ്തത്? ഇന്ത്യ വോട്ട് ചെയ്തത് UN-ൽ. അങ്ങനെ സാധിക്കുന്നുണ്ടോ? തുടരെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൂടാ. IAEA UN ആണെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? IAEA-യുടെ വോട്ടിംഗ് ആണ്. IAEA അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ വോട്ടിംഗിൽ ഇന്ത്യ ഗവേണൻസ് കൗൺസിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷമുള്ള അവിടെ ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ മേഖലയിൽ അത് എത്രത്തോളം അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിനെ ബാധിച്ചിട്ടുണ്ട്, മേഖലയിൽ ഏതെങ്കിലും ത്രെട്ട് ഉണ്ടോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ഇറാൻ വില്ലിംഗ് ആകണമെന്ന് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഗവേണൻസ് കൗൺസിലിലെ അംഗമാണ് ഇന്ത്യ. അപ്പൊ പിന്നെ ഇന്ത്യ എന്താ ഇത്രയും നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൈസ് സാധനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചത് ശരി ബൈജു മറുപടി പറയും. ശ്രീ ബൈജു മറുപടി പറഞ്ഞോളൂ. ഓക്കെ, അതായത് ശ്രീജിത്ത് ഈ പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങനെ വഴിക്ക് വാ. അതായത് ഈ ഏത് സമയത്താണ് ഈ ഇറാനെ കയറി അറ്റാക്ക് ചെയ്യുന്നത്? ഒമാന്റെ നേതൃത്വത്തിൽ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ ഡയലോഗ് ഇത് വിയന്നയിൽ നടക്കുകയും ഈ ആഴ്ച ബിഗിനിങ് ഓഫ് ദിസ് വീക്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് ചർച്ച നടക്കുന്ന സമയത്താണ് ഈ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ അവിടെ സിഗ്നിറ്ററി ആണ്. അവിടെ അത് കഴിഞ്ഞാണ് സുഹൃത്തെ അവരുടെ നേതൃത്വം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ലീഗലായി ഒരു പ്രോസസ് നടക്കുന്നത്. ആ ലീഗൽ പ്രോസസിന്റെ ഭാഗമായിട്ടായിരുന്നു നെഗോഷിയേഷൻ നടക്കുന്നത്. ആ സമയത്താണ് ആ നെഗോഷിയേഷൻ, അതായത് ഇന്നിപ്പോ ഞാൻ ഇറാനിൽ ബ്രിട്ടീഷുകാരൻ റെസ്പോണ്ട് ചെയ്ത കണ്ടാണ്. യാതൊരു വാണിയോ മുന്നറിയിപ്പോ ഒന്നും കൊടുക്കുക ഔട്ട് ഓഫ് ദ ബ്ലൂ കയറി അടിക്കുകയാണ് ചെയ്തത്. അത് അഗ്രഷൻ അല്ലേ? അതൊന്നും വേണ്ട, നിങ്ങൾ അവന്റെ സൈഡിൽ നിൽക്കൂ. ശ്രീ ബൈജു പറഞ്ഞത് കേട്ടാ തോന്നുന്നു ഇത് അന്നേരമാണ് തുടങ്ങിയെന്ന്. ഈ 20 കൊല്ലം മുമ്പ് തന്നെ ഇത് ഇത്ര എത്തിയിട്ടുണ്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞു തന്നെ. 2005, 2006, 2009 തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് UN പിന്നെ ഇറാനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന്. 20 കൊല്ലം മുമ്പ് പോലെ വാണിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അടിച്ചതെന്നുള്ളതേ ഉള്ളൂ. നേരത്തെ അടിക്കാതിരുന്ന അവരുടെ ഭാഗ്യം. എടാ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോ. എന്താണ് സീത ഈ പറയുന്നത്? അല്ലെങ്കിൽ അമേരിക്കയിൽ അടിക്കുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് ഒരു സിസ്റ്റത്തില് കൃത്യമായ ലോ ഫോളോ ചെയ്ത് മാത്രം. നിങ്ങൾക്കറിയോ ആ ലോ ഇറാൻ ഫോളോ ചെയ്തില്ലല്ലോ സാറേ. NPT സിഗ്നേച്ചറി ആണെങ്കിൽ നിങ്ങൾക്ക് 60% യുറേനിയം എൻട്രി ചെയ്യാൻ പറ്റുമോ? അല്ലല്ല, ഒരു സെക്കൻഡ്. എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇസ്രായേലിന് മാത്രമായിട്ട് ഒരു റൂൾ ഉണ്ടോ? അല്ലല്ല ശ്രീ ബൈജു, ഇസ്രായേലും അമേരിക്കയും മാത്രം റൂൾ ഫോളോ ചെയ്യണം, ഇറാൻ ഫോളോ ചെയ്യണ്ട. അത് ഇവിടുത്തെ നിയമമാണ്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലും ഇറാനും അല്ലല്ല അങ്ങനെ പറയല്ലേ, ഇസ്രായേലും അമേരിക്കയും റൂൾ ഫോളോ ചെയ്യണം. മഞ്ജുഷാർ എന്ത് ലോയാണ്? ഇസ്രായേലും അമേരിക്കയും അന്താരാഷ്ട്ര നിയമങ്ങൾ ഫോളോ ചെയ്യണം. പക്ഷേ ഇറാന് വേണ്ട. അതെന്താ? NPT സൈൻ ചെയ്യുമ്പോൾ 5% മുകളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം പറ്റില്ല ഇറാന്. എന്നിട്ടും അവര് ചെയ്തോട്ടെ എന്ന്. അവര് വയലേറ്റ് ചെയ്യുന്നതിന് ബൈജുവിന് പ്രശ്നമില്ല. അല്ലല്ല, നിങ്ങളാണ് മിസ്ലീഡ് ചെയ്യുന്നത് ശ്രീ ബൈജു. താങ്കളാണ് മിസ്ലീഡ് ചെയ്യുന്നത്. കാരണം താങ്കൾ ഈ പറഞ്ഞ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഒറ്റ ചോദ്യം ഇത് കേൾക്കൂ. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇസ്രായേലിനും അമേരിക്കയും ബാധകമാണോ എന്ന് പറയുമ്പോൾ ഈ റൂൾ ഓഫ് ലോ എന്താ ഇറാന് ബാധകമല്ലാത്തത്? NPT പ്രകാരം കേൾക്കൂ, NPT പ്രകാരം സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ മാത്രമേ നടത്താവൂ എന്നിരിക്കെ അതിന് 5% താഴെ മാത്രം യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് മതി എന്നിരിക്കെ അവർ 60% മുകളിൽ കൊണ്ടുപോകുമ്പോൾ 20 കൊല്ലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചേട്ടാ ഇതൊന്ന് നിർത്തേ, ചേട്ടാ ഇതൊന്ന് നിർത്തേ. അതിന് റൂൾ ഓഫ് ലോ വേണ്ട, ഇറാന് റൂൾ ഓഫ് ലോ വേണ്ട, അറ്റാക്ക് ാണ് ഈ ആക്രമണം വേണ്ടി വന്നത് എന്നാണ് ശ്രീ ബൈജുവിന്റെ മറുപടി. വർഷങ്ങളായിട്ട് കിട്ടുന്ന കാര്യമാണ്. പല വാണിംഗുകളും ഉണ്ടായി, പക്ഷേ അവർ തയ്യാറായില്ല അതിൽ നിന്ന് പിന്മാറാൻ. വെറുതെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. I'm not an expert
in Arnab Goswami's channel debate where you have shout match. താങ്കൾ പറഞ്ഞോളൂ ആ. Okay. ആണോ അയ്യടാ പാവം. Interrupt. I'll terminate this. താങ്കൾ പറഞ്ഞോളൂ ആ. You're just simply misconceiving. ഇന്നലെ ശ്രീജിത്ത് പറഞ്ഞത്, അതായത് ഗദാഫിയുടെ അവിടെ ഗദാഫി അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്തു? എന്റെ പൊന്നു സുഹൃത്തെ, ഗദാഫി അറ്റാക്ക് ചെയ്യേണ്ട ഇന്റർനാഷണൽ ഞാൻ ഈ പറഞ്ഞ റൂൾ ബേസ്ഡ് ഓർഡർ അപ്രൂവ് ചെയ്തുകൊണ്ടായിരുന്നു. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഗദ്ദാഫിയുടേത് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കല്ലേ. 1970 നേറ്റോയുടെ ഇന്റർവെൻഷൻ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ട് 2011 സാറേ ഗദ്ദാഫിയെ കൊല്ലുന്നത്. ഗദ്ദാഫിയുടെ UN നേറ്റോയുടെ ഇന്റർവെൻഷൻ പറഞ്ഞത് 1970 UN അംഗീകരിച്ചത്. 41 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അയാളെ കൊല്ലാനായിട്ട് നേറ്റോയും അവിടുത്തെ സിവിൽ വാറും കൂടെ ചേർന്നപ്പോ ഇന്ത്യ മിണ്ടണ്ടാതാണ് താങ്കൾ പറയുന്നത്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എനിക്കും ഞാൻ സഹിക്കുന്നു. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. സിവിൽ വാറിന്റെ ഭാഗമായിട്ട് അയാളെ കൊല്ലുമ്പോ ഇന്ത്യ മിണ്ടണ്ടെന്നാണ് ബൈജു തിട്ടാലയുടെ ന്യായം. ബെസ്റ്റ് ന്യായം. ഇന്ത്യക്ക് നല്ല രീതിയിലത്തേക്കുള്ള ബന്ധമുള്ള 7 മന്ത്രിമാര് വിസിറ്റ് ചെയ്തിട്ടുള്ള എണ്ണ വ്യാപാരമുള്ള ഒരു രാജ്യത്തിന്റെ ഹെഡിനെ 2011 കൊന്നപ്പോ 1970 അങ്ങനെയാണെങ്കിൽ UN നേറ്റോ അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അങ്ങനെയാണെങ്കിൽ ഇറാഖിൽ കയറിയത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇറാഖിൽ കയറിയതും അംഗീകരിക്കുന്നുണ്ടോ? ഇറാഖിൽ ഒരു സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ 1990 ഒരു സെക്കൻഡ് എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറയട്ടെ. അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. എന്റെ ചർച്ചയെ കോട്ട് ചെയ്തുകൊണ്ട് താങ്കൾ പറയുമ്പോൾ അതിന് മറുപടി കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. ശ്രീ ബൈജു അല്പം ക്ഷമ കാണിക്കൂ. തുണി വാങ്ങടേ. എന്തിനാണ് ഒരു വായി തിരിക്കേറ്റ? ഇറാഖിലേക്ക് പിന്നെ വരാം. ബൈജു, ഗദ്ദാഫിയുടെ കാര്യത്തിലുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ്, താങ്കളുടെ സ്റ്റാൻഡ് എന്താണ് കാര്യത്തിൽ? റൂൾ ബേസ്ഡ് ഓർഡർ ആണ്. അല്ല സിവിലിയൻ വാറിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. സിവിൽ വാറിലാണ് കൊല്ലപ്പെട്ടത്. ഒന്നുമല്ല. സിവിൽ വാറിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു നേഷൻ ഹെഡിന്റെ മരണത്തിനെ ഇന്ത്യ അനുശോചിച്ചിട്ടില്ല. ചുമ്മാ ന്യായീകരിക്കല്ലേ ബൈജു. സിവിൽ വാറിലാണ് കൊല ചെയ്യപ്പെടുന്നത്. 1970 നേറ്റോ ഇന്റർവെൻഷൻ ഓർഡർ ചെയ്തത്. അറിയത്തില്ലെങ്കിൽ പറയരുത്, തർക്കിക്കരുത്. HRCയും യുണൈറ്റഡ് നേഷൻസും അദ്ദേഹത്തിന്റെ മരണം എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈജു. ഗദ്ദാഫിയുടെ മരണം എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഇൻവേഷൻ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് UN പറയുമോ? കൊന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സ്ട്രാ ജുഡീഷ്യൽ പ്രൊണൗൺസ് ചെയ്യായിരുന്നോ? എന്താണ് ഇവിടെ ആര് പറഞ്ഞില്ലെന്ന്? അത് പരാതി അറിയത്തില്ലെങ്കിൽ വെറുതെ പറയല്ലേ ബൈജു. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? വെറുതെ അറിയത്തില്ലെങ്കിൽ തർക്കിക്കല്ലേ ബൈജു. ഇത് ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ പറഞ്ഞത് ഓൺ റെക്കോർഡുള്ള കാര്യമാണ്. UN അതിനെ എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. UN അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ട്. എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. UN അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ട്. എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സിവിൽ വാറിൽ നടന്നിരിക്കുന്നതാണ്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ ബൈജു ഇറാഖിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക കയറിയതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ബൈജുവിന്റെ ഈ ലോജിക്ക് ഉപയോഗിച്ച് ബൈജു അതിനെ ന്യായീകരിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? റെസല്യൂഷൻ 687 UN പാസ്സാക്കിയപ്പോ ഇറാഖുമായിട്ടുള്ള സീസ് ഫയർ എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിരുന്നു. മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രീച്ച് ഇറാഖ് നടത്തി കഴിഞ്ഞാൽ അവിടേക്കുള്ള ഇൻവേഷൻ അല്ലെങ്കിൽ അവിടേക്കുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് റെസ്റ്റോർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ UN റെസല്യൂഷൻ 1441 2002 വന്നിരുന്നത് എന്താണ്? മെറ്റീരിയൽ ബ്രീച്ച് ഇറാഖ് ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ US അവിടെ പോകാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നടന്നിരിക്കുന്ന അധിനിവേശവും നിയമപരമാണെന്ന് പറയേണ്ടി വരും. താങ്കൾ അത് പറയുമോ? ഇന്നത്തെ എന്റെ ഈ അവസ്ഥയിൽ കടുവയെ പിടിച്ച കിടുവയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ മുന്നിൽ ഇറാഖിൽ US നടത്തിയിരിക്കുന്ന നിയമപരമാണെന്ന് പറയുമോ? I know what I am talking. You don't know what you are talking. Absolutely no. ശരി, യാഥാർത്ഥ്യം വേണ്ട, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതാ. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം.